എൻ്റെ സഹോദരങ്ങളെ, കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ആനുകാലിക സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് തരുന്ന മുന്നറിയിപ്പുകളെ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിൻ്റെ സത്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടേണ്ട കൃപയുടെ നാളുകളാണിത്. നമ്മുടെ കർത്താവ് അനേകം വചനങ്ങൾ നമുക്കായി നൽകിയിട്ടുണ്ട്. ഈ തിരുവചനങ്ങളിൽ നമുക്ക് നൽകപ്പെട്ട ശ്രേഷ്ഠമായൊരു വചനമാണ്: നിങ്ങൾ ജാഗരൂകരായിരിക്കുക. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ദിനങ്ങളിൽ പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ട തിരുവചനമാണിത്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. എല്ലാ പ്രവചന സത്യങ്ങളും തൻ്റെ തിരുവചനത്തിലൂടെ ഈശോ നമുക്കായി നൽകിയിരിക്കുകയാണ്. ഇനിയൊരു വെളിപാട് നമുക്കായി നൽകപ്പെടാനില്ല. സകല വെളിപാടുകളും നമ്മുടെ കർത്താവായ യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ അന്ത്യനാളുകളിൽ സംഭവിക്കുന്ന പ്രതിസന്ധികൾ, വിനാശങ്ങൾ, തകർച്ചകൾ, പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ, കൊടിയ പീഡനങ്ങളും ക്ലേശങ്ങളും എന്നു വേണ്ട, സഭയിൽ പോലും സംഭവിക്കുന്ന ചില വിനാശങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മുടെ കർത്താവ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം ആധാരമാക്കി അപ്പോസ്തലന്മാരും ഈ സത്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ അടയാളങ്ങളിലൂടെ എല്ലാം നമ്മോട് പറയുകയാണ്: ജാഗരൂകരാകുക, എൻ്റെ ജനമേ, നിങ്ങൾ ജാഗരൂകതയോടെ ജീവിക്കുക. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. യുഗത്തിൻ്റെ ഈ അവസാന ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നതെന്ന് പ്രവചനാത്മാവിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് കർത്താവിൻ്റെ സഭയെ പഠിപ്പിക്കുകയാണ്. അവസാന നാളുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യുഗാന്ത്യത്തിൻ്റെ അന്തിമഘട്ടം നമ്മിലാണ് എത്തി നിൽക്കുന്നത്. എങ്കിൽ നമ്മൾ എന്തുമാത്രം ജാഗ്രതയോടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം. നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുന്നതിൽ അതീവ ശ്രദ്ധയുള്ളവരാകണം നമ്മൾ. ദൈവത്തിൻ്റെ വചനം ജീവിക്കുവാൻ, ധീരതയോടെ നമ്മുടെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ, കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ ഈ തലമുറയോട് പ്രഖ്യാപിക്കുവാൻ, വിശുദ്ധിയുടെ ആത്മാവിൽ നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി സാന്നിധ്യത്താൽ നമ്മുടെ സഭയെ റിവൈവ് ചെയ്യുവാൻ നമ്മൾ എന്തുമാത്രം ജാഗരൂകരാകണം. വീണ്ടും കർത്താവ് പറഞ്ഞു, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 37-ാം വചനത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. എത്രയോ പ്രാവശ്യം പരിശുദ്ധ വചനത്തിൽ കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കും. ഒരേ കാര്യം ആവർത്തിച്ച് നമുക്കായി നൽകപ്പെടുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ ഈ വിഷയത്തിന് വലിയ സ്ഥാനമുണ്ട് സഹോദരങ്ങളെ. താൻ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ തൻ്റെ സ്വന്തം ജനം, തൻ്റെ പ്രിയപ്പെട്ടവരെ, താൻ വിളിച്ചു വേർതിരിച്ച തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ജാഗരൂകരായി ജാഗ്രതയോടെ ജീവിക്കുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അന്ത്യകാല കെണികളിൽ അകപ്പെടാതിരിക്കാൻ
നാം ജാഗരൂകരാകുക. അന്ത്യകാല കെണികളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ജാഗരൂകരാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, തൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സഭയിൽ സംഭവിക്കുന്ന പലവിധ അടയാളങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചെല്ലാം കർത്താവ് പറഞ്ഞതിന് ശേഷം അതിന് അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ ഈശോ പഠിപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ഉം 35-ഉം തിരുവചനങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിപതിക്കും. അന്ത്യകാലത്തിൻ്റെ 3 കെണികളെ കുറിച്ച് കർത്താവ് ഈ വചനത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി സുഖലോലുപത, വേൾഡിനെസ്. സുഖലോലുപത എന്ന് പറഞ്ഞ ലൗകികതയാണ്. ഈ കാലത്തിൻ്റെ വലിയൊരു കെണിയാണ് ലൗകികത, സുഖലോലുപത. രണ്ടാമത്തെ കെണി എന്താണ്? ആസക്തികളാൽ കലുഷിതമായ ജീവിതങ്ങൾ. മദ്യാസക്തി, മദ്യത്തോട് മാത്രമല്ല, എല്ലാവിധ ആസക്തികളിൽ കലുഷിതമായ മനുഷ്യഹൃദയങ്ങൾ. ആസക്തികൾ അതുപോലെ വർദ്ധിച്ചു വരുന്നു. മദ്യത്തോട്, സെക്സിനോട്, ലോകമോഹങ്ങളോട്, അധികാരത്തോട്, അംഗീകാരത്തോട്, ഈ ലോകത്തിൻ്റെ സുഖങ്ങളോട്, ഭൗതികതയോട്, ജഡീകതകളോടുള്ള നമ്മുടെ ആസക്തികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. കർത്താവ് പറഞ്ഞു, ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു കെണിയാണ്. ഈ ആസക്തികളെല്ലാം ഒരു കെണിയാണെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കെണി എന്താണ്? ജീവിത വ്യഗ്രതയാണ്. ആങ്സൈറ്റി, ഓവർ ആങ്സൈറ്റി. കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് എന്ന് വേണ്ട, നമ്മളിന്ന് ഒരുപാട് വേവറിയുന്നുണ്ട്. നമ്മൾ അസ്വസ്ഥരാണ്, ആകുലചിത്തരാണ്, ഉത്കണ്ഠാകുലരാണ്. എന്ത് സംഭവിക്കും? ഇനി എങ്ങനെ ജീവിക്കും? ഇങ്ങനെ ജീവിതത്തിൻ്റെ ആകുലതകളും നൊമ്പരങ്ങളും വ്യഗ്രതകളും നമ്മൾ ഒരുപാട് നമ്മളെ കെണിയിൽ അകപ്പെടുത്തുന്നുണ്ട്. തന്മൂലം കൃപ മങ്ങിപ്പോകുന്നു, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, എപ്പോഴും നിരാശ, ദുഃഖം, വേദന, സങ്കടം. ഇപ്രകാരം ബന്ധിക്കപ്പെട്ട ഒത്തിരിയേറെ ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു, ഇതൊരു കെണിയാണ്. ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ അത് നിപതിക്കും. ഇതൊരു കെണിയാണെന്ന്, ഇതൊരു ട്രാപ്പാണെന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ കണ്ട ഈ അന്ത്യകാലത്തിൻ്റെ ഈ 3 കെണികൾ, ഇതൊരു കെണിയാണ്. ഇത് ഭൂമുഖത്തുള്ള സകല മനുഷ്യരുടെ മേൽ നിപതിക്കുന്ന ഈശോ പറഞ്ഞു. സുഖലോലുപത, വിവിധങ്ങളായ ആസക്തികൾ, ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ ഇന്ന് എന്നെയും നിങ്ങളെയും പിശാച് ഈ കെണിയിൽ അകപ്പെടുത്തി കളയുകയാണ്. നമ്മുടെ കാലുകളെ കുടുക്കിക്കളയുകയാണ്. എന്തിനു വേണ്ടി? നമുക്ക് ആത്മനാശം സംഭവിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ, നമ്മുടെ സഭയെ താറുമാറാക്കാൻ, കർത്താവ് തെരഞ്ഞെടുത്ത കൂട്ടായ്മകളെ, മിനിസ്ട്രികളെ ശിഥിലീകരിക്കുവാൻ വേടൻ കെണിവെക്കുന്നത് പോലെ പിശാച് കെണിവെക്കുകയാണ്. സുഖലോലുപതയുടെ കെണി, ആസക്തികളുടെ കെണി, ജീവിത വ്യഗ്രതയുടെ കെണികൾ. അറിഞ്ഞറിയാതെയോ ഒരുപാട് ജീവിതങ്ങൾ ഈ കെണികളിൽ അകപ്പെട്ടു പോകുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജാഗരൂകരാകണം, ജാഗ്രതയുള്ളവരാകണം. ഈ കെണികളിൽ അകപ്പെടാതെ കൃപയോടെ ജീവിക്കാൻ, ദൈവവചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാകണമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരും. ഈസ് എ വാണിംഗ്. ഇതൊരു മുന്നറിയിപ്പിൻ്റെ സന്ദേശമാണ്. 91-ാം സങ്കീർത്തനം 3-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നു, ഹല്ലേലൂയ, വേടന്റെ കെണിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആരാണ് ഈ വേടൻ? പിശാചാണ്. സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പമാണ് ഈ വേടൻ. നമുക്ക് ആത്മനാശം സംഭവിക്കുവാൻ, നമ്മുടെ കൃപയെ ഇല്ലാതാക്കുവാൻ, നമ്മുടെ പ്രസാദപരമെന്ന ആ കൃപാപൂർണമായ വസ്ത്രത്തെ ഊരി നമ്മളെ നഗ്നരാക്കി മാറ്റുവാൻ,
നമ്മളെ നശിപ്പിച്ച് കളയുവാൻ, ദൈവസ്നേഹം നമ്മൾ അകറ്റിക്കളയുവാൻ, കൃപയിൽ വീഴ്ത്തിക്കളയുവാൻ വേടൻ കെണിവെക്കുന്നത് പോലെ പിശാച് ഈ 3 കാര്യങ്ങളിൽ കെണിവെക്കുകയാണ്. ഇന്ന് ലോകത്തിൽ നിന്ന് കാണുന്ന എല്ലാവിധ തിന്മകളും അരാജകത്വങ്ങളും സകലവിധ ഭോഗേച്ഛകളും ഈ 3 കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. സുഖലോലുപതയിൽ നല്ലൊരു ശതമാനം ഇന്ന് ലോകത്തിൽ കാണുന്ന സകല വെറിക്കൂത്തുകളും ഈ ഒരൊറ്റ ലൗകികത എന്ന് പറയുന്ന ഈ ഒരു കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ട്രാപ്പ്. ഇതൊരു ട്രാപ്പാണെന്ന് കർത്താവ് പറയുന്നു. വിവിധങ്ങളെ ആസക്തികള്, പലവിധ ആസക്തികളാൽ ഇന്ന് മനുഷ്യ ഹൃദയം മൂടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എന്താ? അന്ധത ബാധിക്കുന്നു. മനസ്സ് മരവിച്ച് എല്ലാവിധ ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരുപാട് ജീവിതങ്ങള്. ഇറ്റ്സ് എ ട്രാപ്പ്. ഇതൊരു കെണിയാണെന്ന് കർത്താവ് പറയുന്നു. ജീവിതത്തിന്റെ വ്യഗ്രത, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക സഹോദരങ്ങളെ. അവൻ നമ്മളെ പരിപാലിക്കുന്നവനാണ്, നമ്മെ കരുതുന്ന ദൈവം, നമ്മളെ കാക്കുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ എത്രയധികമായി അറിയുന്നൊരു ദൈവമാണ് കർത്താവായ യേശു. ആ കർത്താവ് നിന്റെ കരം പിടിച്ച് നിന്നെ നയിക്കുമ്പോൾ നീ എന്തിനാ ഭാരപ്പെടുന്നത്? എൻ്റെ സഹോദരങ്ങളെ, ജീവിത വ്യഗ്രത വലിയൊരു കെണിയാണെന്ന് ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. വേടന്റെ കെണിയിൽ നിന്ന്, ഈ കെണികളിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കും. വീണ്ടും ആമോസ് പ്രവാചകന്റെ പുസ്തകം, ആമോസ് പ്രവചനം 3-ാം അധ്യായം, അതിനെന്താ പറയുന്നത്? 3-ാം അധ്യായം അവിടെ തിരുവചനം പഠിപ്പിക്കുന്നു. 5-ാമത്തെ തിരുവചനം, കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ? ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ? കണ്ടോ എത്ര കൃത്യമായിട്ട് പ്രവാചകൻ ചോദിക്കുന്നത്. കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ? കെണിയൊരുക്കുകയാണ്. കണ്ടോ, പിശാച് നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ വ്യാപാരങ്ങളിലെല്ലാം പലവിധ കെണികൾ വയ്ക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ ഈ ചതിയുടെ കെണികൾ ഒരുക്കുകയാണ്. ഈ കെണിയിൽ അകപ്പെടുത്തി നമ്മളെ നശിപ്പിക്കാൻ. വേടൻ പക്ഷിയെ കെണിവെച്ച് പിടിക്കുന്നത് പോലെ പിശാചിന് അനേകം ആത്മാക്കളെ ഈ കെണികളിൽ അകപ്പെടുത്തി അവൻ്റേതാക്കി മാറ്റുന്നു. എത്ര വലിയ ആത്മീയ തകർച്ചയാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആമോസ് പ്രവചനം 4-ാം അധ്യായം 2-ാമത്തെ വചനം, പ്രാർത്ഥനാപൂർവ്വം വചനം ഉച്ചത്തിൽ വായിച്ച് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനം കേൾക്കുമ്പോൾ ഇവിടെ പറയാണ്, ശത്രു നിങ്ങളെ കൊളുത്തിട്ടഴയ്ക്കുന്ന നാൾ വരുന്നു, നിങ്ങളിൽ അവസാനത്തേതിനെയും അവൻ ചൂണ്ടയിൽ കോർത്തു വലിക്കും. നിങ്ങളിൽ അവസാനത്തേതിനെയും അവൻ ചൂണ്ടയിൽ കോർത്തു വലിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്നുള്ളതല്ലെങ്കിൽ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചല്ലെങ്കിൽ അവൻ നമ്മളെ കോർത്തു വലിക്കും, നമ്മുടെ ആത്മാവിലേക്ക് കൊളുത്തിടും അവൻ. ആ കൊളുത്ത് നമ്മൾ അറിയില്ല. ട്രാപ്പിന്റെ പ്രത്യേകത എന്താ? ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയാൽ ആരെങ്കിലും കെണിയിലോട്ട് പോവോ? എലിക്കണിയിലോട്ട് പോകുന്നത് എന്തൊരു ശുദ്ധ ഹൃദയത്തോടു കൂടിയാ, വലിയ ഹൃദയശുദ്ധിയോടു കൂടിയാ. അവിടെ തനിക്ക് കെണി ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന് എലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കെണിയിൽ ചെന്ന് എലി വീഴുമായിരുന്നില്ല. അപ്പം കെണിയുടെ പ്രത്യേകത എന്താ? കെണിയാന്ന് അറിയില്ല സഹോദരങ്ങളെ. ഇതുപോലെ നമ്മളെ കൊളുത്തിട്ട് വലിക്കും. നമ്മുടെ ആത്മാവിന് നാശം വരുത്തുവാൻ ആവുന്നതെല്ലാം പിശാച് ചെയ്യും. അന്ത്യകാലത്തിൻ്റെ ഈ കെണികളിൽ അകപ്പെടാതിരിക്കാൻ തൻ്റെ ജനത്തോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ജാഗരൂകരാകുക. എൻ്റെ ജനമേ, ജാഗ്രതയോടെ ജീവിക്കുക. എൻ്റെ സഹോദരങ്ങൾ, അതിൽ ഒന്നാമത്തെ സുഖലോലുപത, വേൾഡിനെസ്, ലൗകികത. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഈ ലൗകികതയാണ്, ഈ സുഖലോലുപതയാണ്. അനേകർ പറയുന്നൊരു കാര്യമുണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം. അതിനുവേണ്ടി ക്ലബ്ബുകൾ, പാർട്ടികൾ, ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ. നമുക്ക് ആഘോഷങ്ങൾ വേണം,
നമുക്ക് സന്തോഷങ്ങൾ വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം. പക്ഷെ അതിനുവേണ്ടി മാത്രം എൻ്റെ പ്രിയപ്പെട്ടവർ വെറും ലൗകികതയ്ക്ക് വേണ്ടി, ജഡികതയ്ക്ക് വേണ്ടി മാത്രം ആഘോഷങ്ങളും ആർഭാടങ്ങളും നമ്മൾ മാറ്റിക്കളയരുത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു കൊടിയ തിന്മയാണ് ലൗകികത. അത് ഈ കാലത്തിൻ്റെ കെണിയാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമൻസ് ചാപ്റ്റർ 12:2, 12:2 അതിനെന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ലോകത്തോട് ഈ ലോകം ചിന്തിക്കുന്നത് പോലെ. ഈ ലോകം എന്താ പറയുന്നത്? നീ കള്ളു കുടിച്ചോ, നീ നിന്റെ ശരീരത്തെ സുഖഭോഗങ്ങളിലേക്ക് നയിച്ചു. വ്യഭിചാരം, അവിഹിത ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, അവിഹിത വേഴ്ചകൾ, ഇതൊക്കെ നീ എൻജോയ് ചെയ്തോ. ലോകത്തിന് പറയാനുള്ളത് മുഴുവൻ ഇതാണ് സഹോദരങ്ങളെ. വചനം പറയുക, ഈ ലോകത്തോട് വളരെ കറപ്റ്റഡായ, ദുഷിച്ചുപോയ, എല്ലാവിധ അശുദ്ധികളും തിന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തോട് പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ അനുരൂപനാകരുത്, നീ അനുരൂപയാകരുത്. നീ അനുരൂപപ്പെടേണ്ടത് നിന്റെ കർത്താവിനോടാണ്, നിന്റെ യേശുവിനോടാണ് നീ അനുരൂപപ്പെടേണ്ടത്. അവനിലാണ് നമ്മൾ വളരേണ്ടത്, അവനോട് ചേർന്നാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ ലോകത്തെയോ ലോക വസ്തുക്കളെയോ നിങ്ങൾ ഈ ലോകമെന്ന് പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചമല്ല സഹോദരങ്ങളെ. ഈ ലോകത്തിൻ്റെ സിസ്റ്റം അത് കറപ്റ്റഡാണ്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ, ഈ ലോകത്തിൻ്റെ ജഡീകതകൾ, നശ്വരമായ ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകൾ, സുഖലോലുപതകൾ, ഈ ലോകത്തിന് എല്ലാവിധ മ്ലേച്ഛതകളും അശുദ്ധികളും നിറഞ്ഞ വെറിക്കൂത്തുകൾ, അതിനെ നീ സ്നേഹിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. നമ്മൾ ബിലീവേഴ്സാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാ. നമ്മൾ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരാ, അവൻ്റെ രക്തശരീരങ്ങൾ ഭക്ഷിക്കുന്നവരാ, ഉൾക്കൊള്ളുന്നവരാ. നമ്മോടാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾ ഇപ്രകാരം കറപ്റ്റഡായി ഈ ലോകത്തെയോ ലോകവ്യവസ്ഥിതികളെയോ സ്നേഹിക്കരുത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനം 2:15, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കും. നമ്മളിതാ മനസ്സിലാക്കേണ്ടത്. ഇന്ന് അനേകർക്ക് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. പലരും പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടുന്നില്ല, ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല. വചനം ഇങ്ങനെ വായിച്ചു പോകുന്നു, വചനം അനുഭവമായി തോന്നുന്നില്ല, വചനത്തിന് അഭിഷേകം കിട്ടുന്നില്ല, വചനത്തിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചിന്തിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയം ഇപ്പോഴും ലോകമോഹത്തോട് ചാഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ലോകത്തിന് നശ്വരമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നൊരു വ്യക്തിയാണോ നീ? ആത്മാവ് ചോദിക്കുക, നിന്റെ ഹൃദയം എവിടെയാണ്? നിന്റെ ഹൃദയം എവിടെയാണ്? ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കുകയില്ല, അവളിൽ കർത്താവിൻ്റെ സ്നേഹം വസിക്കുകയില്ല. നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹത്തിൽ വളരുവാനും കഴിയാത്തതിന് കാരണം ഈ വേൾഡിനെസ്, ഈ ലൗകികതയുടെ സ്പിരിറ്റ് ഓഫ് വേൾഡ്, ലോകാരൂപി നമ്മെ അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. ഈ പിടിയിൽ നിന്ന് ദൈവജനം പുറത്തു വന്നേ പറ്റൂ. ഇതൊരു കെണിയാണെന്ന് പരിശുദ്ധാത്മ പറയുകയാണ്. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, കർത്താവ് ഒരു അഭിഷേകം തരുന്നു, ഒരു അഭിഷേകം തരുന്നു. നിങ്ങൾ സ്വീകരിച്ചു പ്രാർത്ഥിച്ചോ, കർത്താവിന്റെ നാമം വിളിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ, സുഖലോലുപതയുടെ കെട്ടഴിയട്ടെ, സ്പിരിറ്റ് ഓഫ് വേൾഡിന്റെ സ്വാധീനങ്ങൾ നിർവീര്യമാകട്ടെ, ലോകാരൂപി ചിതറിപ്പോകട്ടെ, ലൗകികതയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ ഫ്രീ ആക്കണമേ, പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളെ സ്വതന്ത്രമാക്കണമേ, തലമുറകളെ സുഖപ്പെടുത്തണമേ. പുറപ്പാട് പുസ്തകം 32:6 നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ വചനം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ.
പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ നടക്കുന്ന പല ആഘോഷങ്ങളും ആർഭാടങ്ങളും, കർത്താവിൻ്റെ പേര് പറഞ്ഞ് വിശുദ്ധാത്മാക്കളുടെ പേരിൽ നടത്തുന്ന പലവിധ അവഹേളനങ്ങൾ, അതൊരു തരത്തിൽ ദൈവം നിന്നയായിട്ട് മാറുന്നുണ്ടോ? അവിടെ എവിടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം? ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ആഘോഷത്തിന് പകരം അനേകർക്ക് ഉതപ്പുണ്ടാകുന്ന, വിശ്വാസത്തിൽ ഇടർച്ച വരുത്തുന്ന വിധത്തിൽ നമ്മുടെ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇന്ന് അധപതിച്ചു കൊണ്ടിരിക്കുന്നില്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. എക്സോഡസ് 32:6 എന്താണ് വചനം പറയുന്നത്? അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു. ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. അഴിഞ്ഞാടി, അങ്ങനെ പറയുന്നത്, അവർ അഴിഞ്ഞാടാൻ തുടങ്ങി. ഈ വിനോദങ്ങളിലൊന്നും കർത്താവിൻ്റെ ആത്മാവില്ല സഹോദരങ്ങളെ. ഇതിനൊന്നും കർത്താവിൻ്റെ വചനവുമായി യാതൊരു ബന്ധവുമില്ല. വിനോദങ്ങളിൽ ദൈവജനം ആരത് അഴിഞ്ഞാടുന്നത്? വിജാതീയരല്ല, കർത്താവിൻ്റെ ജനമാണ് ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത്. ലൗകികരെ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ, കൂത്തുകൾ, അതുപോലെയുള്ള ആഭാസകരമായ നൃത്തങ്ങൾ, ഡാൻസുകൾ. സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു തരത്തിൽ ലൗകികത എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ കൊടിയ തിന്മയുടെ ഭാഗങ്ങളാണെന്ന് വ്യക്തമായി പരിശുദ്ധാത്മ പറഞ്ഞു. നമ്മുടെ കുടുംബങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആഘോഷങ്ങളും ആർഭാടങ്ങളും അതിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പൗലോസ്ലിഹ സഭയെ പഠിപ്പിച്ചില്ലേ? അതിനെന്താ പറയുന്നത്? അവർ ഭക്തിയുടെ ബാഹ്യരൂപം അണിഞ്ഞ് അതിൻ്റെ ആന്തരിക ചൈതന്യം നിഷേധിക്കുന്നു. 2 തിമോത്തി 3 വചനത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട്, വഞ്ചകരും എടുത്തുചാട്ടക്കാർ അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരുണ്ടാകും. നമ്മുടെ പല ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും, നമ്മുടെ പല തിരുനാളുകളിലും എന്ന് വേണ്ട, നമ്മുടെ പല പരിപാടികളിൽ നമ്മൾ ഇന്ന് കാണുന്നത് ഇതുപോലത്തെയുള്ള ചില ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത നിർജീവമായ ലൗകികമായ ചില ആർഭാടങ്ങളാണ് സഹോദരങ്ങളെ. കർത്താവിനെ സ്നേഹിക്കുന്നതിന് പകരം സത്യവചനത്തിന് ചേരാത്ത സുഖഭോഗങ്ങൾ, അതിൽ ആസക്തിയുള്ള മനുഷ്യർ അടിച്ചു പൊളിക്കുക, ആർമാദിക്കുക, ആർഭാടങ്ങൾ നടത്തുക, ഉല്ലസിക്കുക. അത് ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ കണ്ടില്ലേ? ജനം തീനും കുടിയും കടിഞ്ഞ് അവർ അഴിഞ്ഞാടാൻ തുടങ്ങി. ആ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു വിനോദങ്ങളിൽ ഏർപ്പെട്ടു. സ്ത്രീ പുരുഷ ഭേദമേനെ ഇടകലർന്ന് അവർ മിക്സ് ചെയ്ത് മ്ലേച്ഛകരമായി നൃത്തം ചെയ്ത് അവർ ഈ കാളക്കുട്ടിയുടെ മുൻപിൽ അഴിഞ്ഞാടുകയാണ്. ആരാ ചെയ്യുന്നത്? വിജാതീയരല്ല, കർത്താവിൻ്റെ സ്വന്തം ജനം, താൻ വിളിച്ചു തെരഞ്ഞെടുത്ത ഉടമ്പടിയുടെ ജനമാണ് ഈ അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നത്. എന്തുമാത്രം ആത്മീയ അപജയമാണ് സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്പിരിറ്റാണ്, വേൾഡിനെസ്, ലൗകികതയുടെ സ്പിരിറ്റാണ് ഇതിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് വേൾഡിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. അവിടെയൊക്കെ വിശുദ്ധീകരണം ഉണ്ടാവണം, നവീകരണം ഉണ്ടാകണം. നമ്മൾ അതിനുവേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ട്രാപ്പിൽ പെടാതിരിക്കാൻ ജാഗരൂകരാകുക. എൻ്റെ ജനമേ, നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും. നമ്മൾ ഇന്ന് ഈ തലമുറയിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? കർത്താവിൻ്റെ വചനം അക്ഷരികമായി നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 37, 38, 39 തിരുവചനങ്ങൾ. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ, നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും അവർ കഴിഞ്ഞു പോന്നു.
ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹാസ് ഡേയ്സ്, നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും. എന്താണ് നോഹയുടെ ദിവസങ്ങളുടെ പ്രത്യേകത? അതൊരു അടയാളമാണ്, ഒരു മുന്നറിയിപ്പായി കർത്താവ് നമുക്ക് നൽകിയതാണ്. ജലപ്രളയം വന്ന് നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ പ്രവേശിക്കുന്നത് വരെ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും വിവാഹം കൊടുത്തും അവർ ജീവിച്ചു പോന്നു. തിന്നുന്നതും കുടിക്കുന്നതും പാപമാണ്? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധ വചനം അത് പഠിപ്പിക്കുന്നത്? അതിനുവേണ്ടി മാത്രം ജീവിച്ചു. നിത്യതയുടെ ദർശനം അവർക്കില്ലായിരുന്നു. ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം തങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവന്റെ ജീവിതം ഇവിടെ ജീവിക്കണമെന്നുള്ള ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു, ആ ബോധ്യം നഷ്ടപ്പെട്ടു. സഹോദരങ്ങൾ, ലോകം കണ്ടുകൊണ്ട് വെറും ലൗകികരായി ലോകത്തിന് സുഖഭോഗങ്ങൾക്ക് വേണ്ടി സുഖലോലുപതയിൽ അവർ മുങ്ങിത്താന്ന് അവർ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവർ ജീവിച്ചു പോകുന്നുവെന്ന് പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ തലമുറയിലേക്ക് നോക്ക്. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുന്ന എത്ര 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 ദൈവമക്കളുണ്ട് സഹോദരങ്ങളെ. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് നിത്യജീവന്റെ ജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന എത്ര എത്ര ദൈവമക്കളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. ഉണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. നല്ലൊരു ശതമാനം ഈ നിത്യസത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം മൂടപ്പെട്ട് ഈ ലോകത്തിന് ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിക്കൊണ്ട് ലൗകികതയുടെ നശ്വരമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ തകർച്ച സംഭവിക്കരുത്. നമ്മുടെ കൂട്ടായ്മകൾക്ക് ഈ തകർച്ച സംഭവിക്കരുത്. പരിശുദ്ധാത്മ പറയാ, ഇതൊരു കെണിയാണ്. ഒരു കെണി പോലെ അത് നിങ്ങളുടെ മേൽ നിപതിക്കും. നിങ്ങൾ നാശത്തിലേക്ക് പോകും. നമുക്കറിയാം, ലൗകികത ഒരിക്കലും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കില്ല. ആ സ്പിരിറ്റ് വേറെയാണ് സഹോദരങ്ങളെ. സ്പിരിറ്റ് ഓഫ് വേൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഹോളി സ്പിരിറ്റ് അല്ല. ആ സ്പിരിറ്റ് വേറെയാ. അത് പൈശാചിക സ്പിരിറ്റാണ്. ഈ ലോകത്തിൻ്റെ ദേവന്റെ സ്പിരിറ്റാണ് ലോകാരൂപിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. അവർ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും ഈ ലോകത്തിന് സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു. തങ്ങൾക്കൊരു മരണമുണ്ടെന്നും ഒരു നിത്യതയുണ്ടെന്നും ആ നിത്യത കർത്താവിനോട് കൂടെ ചെലവഴിക്കണമെന്നുള്ള ദർശനം അവർക്കില്ല. നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയൊരു തലമുറയായിരുന്നു നോഹയുടെ കാലത്തുള്ള തലമുറ. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹാസ് ഡേയ്സ്, നോഹയുടെ ദിവസങ്ങൾ പോലെ. ഹല്ലേലൂയ! സ്തുതിക്കുന്നു കർത്താവേ. ഒഴുക്കണമേ. ഒന്ന് കരങ്ങൾ ഉയർത്തി വിളിച്ച് നിത്യതയുടെ വെളിച്ചം കിട്ടാൻ, നിത്യതയുടെ ദർശനം നിറയാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ! എല്ലാ നാവുകളും കർത്താവിനെ തുറക്കട്ടെ. അതരം തുറന്ന് സ്തുതിക്കുക. കെട്ടുകൾ അടിയട്ടെ, ജഡീകതയുടെ കെട്ടുപൊട്ടട്ടെ, ലൗകികതയുടെ ബന്ധങ്ങൾ അടിയട്ടെ. കരമെടുത്ത് വിളിക്കുന്ന യേശുവേ, കർത്താവേ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ. സകല ലൗകികതയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളെ സ്വതന്ത്രമാക്കണമേ. ഞങ്ങളുടെ തലമുറകളെ സ്വതന്ത്രമാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിമോചിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളെ ശുദ്ധീകരിക്കണമേ. അവരെ അഭിഷേകം ചെയ്യണമേ. ദൈവവചനത്തിന്റെ തീനാവായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റണമേ. ഹോളി സ്പിരിറ്റ്, ലോകാരൂപിയിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്, ഞങ്ങൾക്കൊരു നിത്യജീവനുണ്ട്. ഈ ദർശനത്തിൽ ജീവിക്കുക ആത്മാവേ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കരമടിച്ച് സ്തുതിക്കുക. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാനൊരു പരദേശിയ. കൈയടിച്ച്
കർത്താവിനെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. വീട് അക്കരയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും. നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ട് നിത്യജീവന്റെ പ്രത്യാശയില്ലാതെ വെറും ലൗകികര് ജഡീകരമായി ജീവിച്ച ഒരു തലമുറ നോഹയുടെ നാളുകളിലെ മനുഷ്യർ. കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, 39-ാമത്തെ വചനം. നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട വചനമാണ്. 24-39 മത്തായി. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവൻ അറിഞ്ഞില്ല, അവർ അറിഞ്ഞില്ല, അവർ അറിഞ്ഞില്ല. 10 കന്യകമാരുടെ ഉപമയിൽ നമ്മൾ ഇന്നലെ പഠിച്ചു. അർദ്ധരാത്രിയിൽ മണവാളൻ വന്നു, ആർപ്പുവിളികൾ ഉണ്ടായി, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ലോകം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളനെ പോലെ നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വീണ്ടും വരും. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നമ്മൾ ഉറങ്ങിക്കഴിയാതെ സുബോധമുള്ളവരായിരിക്കുക, ഉണർവുള്ളവരായിരിക്കുക, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുന്നവരാകണം, ആകാംക്ഷപൂർവം കർത്താവിൻ്റെ വീണ്ടും വരവനായി പ്രത്യാശയോടെ തങ്ങളെ തന്നെ ഒരുക്കി കൃപയോടെ ജീവിക്കുന്ന ഒരു ജനമായി, സമൂഹമായി നമ്മൾ മാറണം സഹോദരൻ. അവർ അറിഞ്ഞില്ല, ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. എല്ലാവരും പറഞ്ഞ്, അവർ അറിഞ്ഞില്ല, അവർ അറിഞ്ഞില്ല, അവർ അറിഞ്ഞില്ല, അവർ അറിഞ്ഞില്ല. അതുപോലെ സ്വരത്തിൽ പറഞ്ഞ്, അവർ അറിഞ്ഞില്ല, അവർ അറിഞ്ഞില്ല. ഇതുപോലെ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവ് ഈ ലോകം അറിയുകയില്ല. ലോകം ഇങ്ങനെ ഈ തരത്തിൽ പോയിക്കൊണ്ടിരിക്കും. ലൗകികതയിലും ജഡീകതയിലും മ്ലേച്ഛതയിലും എല്ലാവിധ ലൈംഗികമായ അരാജകത്വങ്ങളിൽ ഭോഗേച്ഛകളിൽ മുങ്ങിത്താന്ന് ഈ ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത നേരത്ത്, നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ, നനയ്ക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ കർത്താവ് വരും. തനാകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി. സഹോദരങ്ങളെ, ജാഗ്രതയുള്ളവരാകണം. സുഖലോലുപത, ലൗകികത എന്ന ആ കെണിയിൽ പെട്ടുപോകാതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിന് ആനന്ദം അനുഭവിക്കും. നമുക്ക് സന്തോഷങ്ങൾ വേണം, പക്ഷെ ആ സന്തോഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം, റിയൽ സ്പിരിറ്റ് ഉണ്ടാകണം, യഥാർത്ഥ ആത്മാവ് ഉണ്ടാകണം. നമുക്ക് തിരുനാൾ ആഘോഷങ്ങൾ വേണം, നമുക്ക് സെലിബ്രേഷൻസ് ഒക്കെ വേണം, പക്ഷെ അതെല്ലാം വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളായി മാറണം. അതിലൂടെ എല്ലാം കർത്താവിന് മഹത്വം ഉണ്ടാവണം. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങൾ തിന്നാലും കുടിച്ചാലും നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ, കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അതിലെല്ലാം കർത്താവിനൊരു ഗ്ലോറി ഉണ്ടാവണം. അതില്ലാത്ത ഒന്നിലും നമ്മൾ വ്യാപരിക്കരുത്. ഈ ലോകത്തോട്, ലോകമോഹങ്ങളോട് നിങ്ങൾ അനുരൂപരാകരുത് എന്നുള്ള കർത്താവിൻ്റെ സത്യവചനം നിങ്ങൾ മുറുകെ പിടിക്കണം. ഈ നശ്വരമായ ലൗകികത കൊണ്ട് എന്ത് പ്രയോജന സഹോദരങ്ങളെ? ഈ ലോകത്തിൽ ജീവിതം
70 ഏറിയാൽ 80 എന്നാണ് സങ്കീർത്തന വചനം പഠിപ്പിക്കുന്നത്. വെറും ഹ്രസ്വമായ ഈ ജീവിതം നമ്മളിങ്ങനെ ലൗകികരും ജഡീകരുമായി ജീവിച്ച് അവസാനിപ്പിക്കരുത്. നമുക്കൊരു നിത്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിക്കണം. അവിടെ ജാഗ്രതയുള്ളവരാകണം, അവിടെ ജാഗ്രത കാണിക്കണം. യെശയ്യാ പ്രവചനം 22:13 പരിശുദ്ധ വചനം പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 22:13. എന്നാൽ അവിടെ ആഹ്ലാദത്തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അവിടെ എന്താണ്? ഇറച്ചി തീറ്റിയും വീഞ്ഞുകുടിയും. സമൂഹം, ജനം പറയാണ്, നമുക്ക് തിന്നും കുടിച്ചും മതിക്കാം, നമുക്ക് തിന്നും കുടിച്ചും മതിക്കാം, നമുക്ക് തിന്നും കുടിച്ചും മതിക്കാം, നമ്മൾ മരിക്കും എന്ന് അവർ പറയുന്നു. നമ്മൾ മരിക്കും എന്ന് അവർ പറയാൻ, തിന്നും കുടിച്ചും മതിക്കാം, തിന്നും കുടിച്ചും മതിക്കാം. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്, എത്ര ശക്തമായിട്ടാണ്. നിങ്ങൾ തിന്നും കുടിക്കുക, നമുക്ക് മതിക്കാം. ഞാൻ ഈ വചനം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് നമ്മുടെയൊക്കെ ചിന്താഗതി ഏകദേശം ഇത് തന്നെയാണ്. ഒരേ ഒരു ജീവിതമുള്ളൂ, നമ്മൾക്ക് തിന്ന് കുടിച്ച് മതിച്ച് നമുക്കങ്ങ് എൻജോയ് ചെയ്യാം, നമുക്കങ്ങ് ജീവിതം അങ്ങ് ആഘോഷിക്കാം, ആസ്വദിക്കാം. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ്? നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് കർത്താവ് വിളിച്ച്, കർത്താവ് തെരഞ്ഞെടുത്ത തൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സെന്താ സഹോദരങ്ങളെ? നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? കർത്താവിൻ്റെ മനസ്സ് കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 16-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. പിതാവേ, അവരും ലോകത്തിൻ്റെതല്ല. ആരാണ് ഈ അവരെ? കർത്താവ് തെരഞ്ഞെടുത്ത നമ്മൾ ഓരോരുത്തരുമാണ് ഈ അവര്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ യേശു ജീവിച്ചു. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാ. നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ്? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിനതല്ലാത്തതുപോലെയുള്ള, അതാണ് റിയൽ ഫെയ്ത്ത്, അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസ ജീവിതം. മറ്റുള്ളതൊക്കെ കാട്ടിക്കൂട്ടലുകളാണ്. നമ്മൾ വചനത്തിൽ കണ്ടില്ല, ഭക്തിയുടെ ബാഹ്യരൂപമണിഞ്ഞ് വെറും ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള കുറെ കാട്ടിക്കൂട്ടലുകൾ, അതിൽ യഥാർത്ഥ ആത്മാവില്ല, റിയൽ സ്പിരിറ്റ് ഇല്ല സഹോദരങ്ങളെ. നമ്മൾ ആന്തരികമായ ചൈതന്യത്തിൽ, ആത്മാവിൻ്റെ ചൈതന്യത്തോടെ ജീവിക്കുന്നവരാകണം. പിതാവേ, അവർ ലോകത്തിൻ്റെതല്ല, അവർ അത് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തൻ്റെ പിതാവ് തനിക്ക് സ്വന്തമായി തന്നവരാണ് ഈ അവരെന്ന് ഈശോ പറയുന്നത്. അവരാരാ? ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈശോയുടെ മനസ്സ് മുഴുവൻ താൻ തെരഞ്ഞെടുത്തവരുടെ ജീവിതത്തിന്മേലാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ ഒരു ലൗകികമായി ജീവിക്കരുത്. നമ്മുടെ കുടുംബങ്ങൾ വെറും ജഡീകമായി അധപതിച്ചു പോകരുത്. നമ്മുടെ മിനിസ്ട്രികൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ അത് കൃപയോടെ ജീവിക്കണം. ദിനംതോറും പരിശുദ്ധാത്മാവിൽ വളരുന്ന, അഭിഷേകത്തിൽ സമൃദ്ധി പ്രാപിക്കുന്ന കുടുംബങ്ങളും സമൂഹങ്ങളുമായി മാറണമെന്നുള്ളതാണ് ദൈവ പദ്ധതി. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി കർത്താവേ. പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദം പരിശുദ്ധ. രണ്ടാമത് കർത്താവ് പറഞ്ഞു, വിവിധങ്ങളായ ആസക്തികൾ അതൊരു ട്രാപ്പാന്ന് പറഞ്ഞു. മദ്യാസക്തി മാത്രമല്ല, എല്ലാവിധത്തിലുമുള്ള ആസക്തികൾ. ഈ ആസക്തികളാൽ പിശാച് അനേകം മനുഷ്യാത്മാക്കളെ ഇന്ന് കുരുക്കിൽപ്പെടുത്തുന്നുണ്ട്, കെണിയിൽ അകപ്പെടുത്തുന്നുണ്ട്. വേടൻ കെണിവെച്ച് പക്ഷിയെ പിടിക്കുന്നത് പോലെ വിവിധങ്ങളായ ആസക്തികളുടെ കെണിവെച്ച് അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് പിശാച് നയിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. എഫെസസ്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 18-19 വചനങ്ങൾ. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു.
19-ാമത്തെ വചനം പറയുകയാണ്. എന്താ 19? അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാവിധത്തിലുള്ള അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകിയുണ്ടോ? എല്ലാവിധത്തിലുള്ള അശുദ്ധികളിൽ ആവേശത്തോടെ മുഴുകുകയാണ്. എന്തുകൊണ്ട് ഈ അവിടെ മനസ്സ് മരവിച്ചു പോയി. അവരുടെ ഹൃദയത്തിന് കാഠിന്യം ബാധിച്ചു. കഠിന ഹൃദയം വലിയ അപകടം, വെരി ഡേഞ്ചറസ്, വലിയ അപകടമാണ് സഹോദരങ്ങൾ. പിന്നെ അനുതാപമില്ല, മാനസാന്തരമില്ല. എത്ര ഘോരമായ മാരകപാപം ചെയ്താലും ഹൃദയ നൊമ്പരമില്ല, ഹൃദയത്തിൽ ഒരു വേദന വരുന്നില്ല. ആ വിധം ഹൃദയം കഠിനമായി പോയ ഒത്തിരി ജീവിതങ്ങൾ. എന്താ കാരണം? അവർ ട്രാപ്പിൽ പെട്ടുപോയി, ഈ കെണിയിൽ പെട്ടുപോയി. നമ്മുടെ അനേക യുവജനങ്ങൾ, അനേകം ദമ്പതിമാർ, പല സമർപ്പിതരും വൈദികരും പോലും ഈ ട്രാപ്പിൽ പെട്ടുപോകുന്നു. കണ്ണുനീരോടെ നമ്മൾ പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണം, ദൈവസന്നിധി നിലവിളിക്കണം. നമ്മുടെ ജാഗ്രതയുണ്ടാവും. നമ്മുടെ ദൈവവിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പിലും നമ്മുടെ ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ ഈ വിധ ട്രാപ്പുകളിൽ നമ്മൾ പെട്ടുപോകുന്നത്, വേടം വയ്ക്കുന്ന ഈ കെണികളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത് നമ്മുടെ ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ. കുടുംബജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രതയുണ്ട്. ഭാര്യ-ഭർതൃ ബന്ധത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില ജാഗ്രതയുണ്ട്. ആ ജാഗ്രത ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയ്ക്ക് നഷ്ടപ്പെടുമ്പോൾ അവർ അറിഞ്ഞറിയാതെയോ വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകുന്നു. കുടുംബജീവിതത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തി കളയുന്നു, വിശ്വാസത നഷ്ടപ്പെടുത്തി കളയുന്നു. എത്ര കുടുംബങ്ങളെ ഈ വിധം പിശാച് താറുമാറാക്കുന്നു. സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, ഏകാവസ്ഥ ജീവിതത്തിൽ ഒക്കെ ഞാനും നിങ്ങളും ഒത്തിരി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നമ്മുടെ കാലുകൾ കുടുക്കിൽ പെടാതെ കൃപയിൽ അത് ഉറച്ചു നിൽക്കണമെങ്കിൽ വചനം മുറുകെ പിടിച്ച് ജീവിക്കണം. എൻ്റെ സഹോദരങ്ങളെ, വചനം പൗലോസ് റോമാക്കാർക്ക് ഇത് ലേഖനം, റോമൻസ് 1-ാം 24-ാമത്തെ വചനം, 1:24. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ഇന്ന് ചില ജീവിതങ്ങളുണ്ട്, വെറും അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ജഡീകമായ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട്. നമ്മളിന്ന് കാണുന്ന വാർത്തകൾ, സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്തകൾ നമ്മുടെ ഹൃദയത്തെ ഒത്തിരി നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ്. അതുപോലെയുള്ള കൊടിയ മ്ലേച്ഛതകൾ, അരാജകത്വങ്ങൾ, വഴിവിട്ട ലൈംഗികമായിട്ടുള്ള എന്തുമാത്രം തിന്മകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ. അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയാണ്. വീണ്ടും 26-27 വചനങ്ങൾ, റോമർ 1:26-27. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി പറയുന്നില്ല സഹോദരങ്ങളെ. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരം ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. എത്ര കഠോരമായ മ്ലേച്ഛതകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സാക്ഷി നൊമ്പരപ്പെടുത്തുമാർ, നമ്മുടെ മനസ്സാക്ഷി കരിഞ്ഞു പോകുമാർ. ദൈവമേ, അത്രമാത്രം പാപം, മ്ലേച്ഛതയുടെ അതിപ്രസരമുള്ള ഒരു തലമുറയിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. ജാഗരൂകരാകുക എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠ വചനത്തിന്റെ പ്രസക്തി നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. സ്ത്രീകളും പുരുഷന്മാരും, എന്തിനെ യുവജനങ്ങൾ, ടീനേജേഴ്സ്, കുഞ്ഞുങ്ങൾ വരെ. ഈ അടുത്ത നാളുകൾ ചില കൊലപാതകങ്ങൾ നമ്മൾ ചിന്തിക്കണം. കുഞ്ഞുങ്ങളെ മലിനപ്പെടുത്തുക, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ അശുദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ച് അവരെ കൊന്നുകളയുക. എന്തൊക്കെ തിന്മകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചങ്കുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്, നിലവിളിക്കണം സഹോദരങ്ങളെ, നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണിത്. അതുപോലെ കർത്താവിൻ്റെ കരുണ ഈ ദേശത്തിന് മേൽ ഒഴുക്കപ്പെടണം. അത്രമാത്രം തിന്മകളാണ് ഓരോ ദിനവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഭയപ്പെടേണ്ട. ഇതെല്ലാം കർത്താവിൻ്റെ
പ്രത്യാഗമനത്തിനുള്ള അടയാളങ്ങളാണ്. ഈ ലോകത്ത് ഇവാഞ്ചലൈസ് ചെയ്യാൻ, ലോകമാനസാന്തരപ്പെടാൻ, അനുതാപത്തിലേക്ക് കടന്നു വരുവാനുള്ള സ്വർഗത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. പിശാചീവിതം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് തന്നെ സ്നേഹിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് അസാധാരണമായ പ്രവർത്തനങ്ങൾ ലോകത്തിലും സഭയിലും ഈ നാളുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗത്തെ കർത്താവ് തനിക്കായി വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, സഭാ സമൂഹങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ സമയം, കൃപയുടെ സമയം, കൃപയുടെ സമയം. ചെറിയ ജഗണമേ, ചെറിയ ജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു ചെറിയ ജഗണത്തെ കർത്താവ് തനിക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കൂടെ ഇവിടെ അനുതാപം വരണം, മനസ്സാന്തരം വരണം. വചനത്തിൽ കണ്ടില്ലേ, എല്ലാവരോടും അനുതപിക്കണമെന്ന് കർത്താവ് പറയുന്നു. അനുതപിക്കണമെന്ന് കർത്താവ് പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഈ സമയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ അനുതാപം, മനസ്സാന്തരം ആഗ്രഹിക്കുന്നവരുടെ മനസ്സാന്തരം, അനുതാപത്തിന് വേണ്ടി പരിശുദ്ധാത്മ നിറയാൻ, അഭിഷേകം കൊണ്ട് അവർ പൂരിതരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ എന്തുമാവട്ടെ, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൽ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഷെക്കേനയെ ഞങ്ങൾ ഓഫീസിൽ വിളിച്ചറിയുക. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. നമ്മളിവിടെ ജാഗ്രതയുണ്ടാവണം. വിവിധ ആസക്തികൾ കൊണ്ട് നശിച്ചു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മൾ ആത്മാവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിന് ആനന്ദം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യെസ്, പൗലോസ് പറഞ്ഞില്ലേ, റോമക്കാർക്കുള്ള ലേഖനം 13-ാം അധ്യായം 13-ാം വചനത്തിൽ, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ, മദ്യലഹരിയിലോ, അവിഹിത വേഴ്ചകളിലോ, വിഷയാസക്തിയിലോ, കലഹങ്ങളിലോ, അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. കാരണം we are children of God, we are chosen. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. അവൻ്റെ സ്വന്തമാണ്, അവൻ്റെ സ്വന്തം. അവൻ തെരഞ്ഞെടുത്തവരെ പിതാവ് അവകാശമായി കർത്താവിനെ ഏൽപ്പിച്ചവരാണ് നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇതിനോട് ബന്ധപ്പെട്ട് ഒരു വചനം കൂടി ആത്മാവ് തരികയാണ്. പൗലോസ്ലീഹ എഫെസസ്കാർക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. 4:23 എന്താണ് പറയുന്നത്? 4:23 നമ്മുടെ മനസ്സിൻ്റെ നവീകരണം വഴി ദൈവച്ചായൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ്, ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുക. പൗലോസ് പറഞ്ഞില്ലേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു പുതിയ സൃഷ്ടി, ഒരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ്. കർത്താവിനെ കണ്ടുമുട്ടുന്നൊരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനെ ഒരു വസ്ത്രം പോലെ നമ്മൾ കർത്താവിനെ ധരിക്കണം. കർത്താവിൻ്റെ ആത്മാവിൽ ജീവിക്കണം. ആമേൻ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങളായി മാറണം. നമ്മുടെ തലമുറ അഭിഷേക തലമുറയായി, വിശ്വാസത്തിന്റെ തലമുറയായി ഉണർന്നെഴുന്നേൽക്കണം. നമ്മുടെ ജീവിതങ്ങൾ കൃപയുള്ള ജീവിതങ്ങളായി മാറണം. എത്ര പേര് അതിനായി ആഗ്രഹിക്കുന്നു? അവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കൃപയുടെ വ്യാപനം ഉണ്ടാകട്ടെ. സ്പിരിറ്റ് മൂവ്, മൂവ്. അനേകർ ആത്മാവിൽ നിറയട്ടെ, സൗഖ്യത്തിലേക്ക് വരട്ടെ, ഡെലിവറൻസിലേക്ക് വരട്ടെ, അനുതാപം കൊണ്ട് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. Holy Spirit, Holy Spirit, anointing, 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 സഹോദരങ്ങളെ, തീഷ്ണതയോടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കണം. ഈ ശുശ്രൂഷ നിങ്ങൾ അനേകരെ അറിയിക്കണം. നിങ്ങളത് ചുമതലപ്പെടുത്തുകയാണ്. അടുത്ത 3 ദിവസങ്ങൾ ഇനിയും ധാരാളം പേരെ കൊണ്ടുവരണം. ഇവിടെ നയിക്കുന്ന പോസ്റ്ററുകൾ, ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ആത്മീയ ഒരുക്കത്തോടെ അനേകരെ നമ്മൾ ഒരുക്കണം കർത്താവിനായി, കർത്താവിൻ്റെ രാജ്യത്തിനായി, കർത്താവിൻ്റെ വചനത്തിനായി, അവൻ്റെ പ്രത്യാഗമനത്തിനായി. മൂന്നാമത് കർത്താവ് പറഞ്ഞു, മൂന്നാമത്തെ ഒരു വലിയ കെണിയാണ്, കെണി ജീവിത വ്യഗ്രത. ഇത് അനേകരെ
ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ സന്തോഷം നഷ്ടപ്പെട്ട് ഇനി ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് ഒത്തിരി പേര് വിഷമിച്ചിരിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ നൊമ്പരപ്പെട്ട് വഴിമുട്ടി നിൽക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇനി വിഷമിക്കരുത്. നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവിൻ്റെ തിരുമുൻപിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ അവഗണിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കണ്ണീര് കണ്ട് മറികടന്നു പോകാൻ ഒരിക്കലും ഈശോയ്ക്ക് സാധിക്കില്ല സഹോദരങ്ങളെ. അവൻ മനസ്സലിവിൻ്റെ ദൈവമാണ്. കരുണാർദ്രമായ ഹൃദയമാണ് കർത്താവിൻ്റേത്. വിശ്വസ്തനായ രാജാവാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രത മൂലം മക്കളെക്കുറിച്ചുള്ള വ്യഗ്രതകൾ, ജോലിയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തകരുന്ന ബിസിനസ്, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറകൾ എന്നു വേണ്ട വിവിധങ്ങളായ വിഷയങ്ങളിൽ ജീവിത വ്യഗ്രത മൂലം ഇന്ന് ഒരുപാട് മക്കൾ നിരാശിതരും വിഷാദികളുമായി മാറിയിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നിങ്ങൾ വിശ്വസിക്കുക. അവിടുത്തെ പരിപാലനയിൽ നിങ്ങൾ ആശ്രയിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഷെക്കേഡ് ന്യൂസ് ഒരു മാസം നടന്നു പോകണമെങ്കിൽ ഏകദേശം 70-75 ലക്ഷം രൂപ വേണം. 70 ലക്ഷം പോയിട്ട് 70,000 രൂപ നമ്മുടെ കയ്യിലില്ല. അത് ഒരു മാസം 2 മാസമല്ല, എല്ലാ മാസവും വേണം സഹോദരങ്ങളെ. ഇതെങ്ങനെ വരും, എങ്ങനെ നടക്കും? ചിന്തിച്ചു കഴിഞ്ഞ ഒരു അന്തവും കിട്ടില്ല. ഹൈപ്പർ ടെൻഷൻ അടിച്ച് നമ്മൾ ഒരു കോമ സ്റ്റേജിലേക്ക് പോകാൻ വേറെ ഒന്നൊരു കാരണം വേണ്ട. നമ്മൾ ഈ മിഷനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. ഒരുപാട് സങ്കടങ്ങളും ഞെരുക്കങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വലിയ സങ്കടത്തിന് നടുവിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഈ വചനം പറയുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, വിളിച്ച കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു വലിയ കഠിനമായ ഒരു പ്രതികൂലം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ മാറിപ്പോകുന്നവനാണോ കർത്താവ്? വിശ്വസ്തയോടെ നമ്മെ പരിപാലിക്കുന്നവൻ, നമ്മെ ചേർത്ത് പിടിക്കുന്നവൻ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ കരുതുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരങ്ങളിൽ കൂടെയുള്ളപ്പോൾ കരതലമതിലവൻ വഹിച്ചിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. യഹോവ ജയരേ, നിന്നെ കരുതുന്നവനാണ് നിന്റെ യേശു. നിന്നെ കരുതുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, അവനത്ര യേശു, ജീസസ്. നാളെയോർത്തു നീ ഭയപ്പെടേണ്ട. ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ നീ നിരാശപ്പെട്ട് നരകിച്ച് ജീവിക്കരുത്. ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ പ്രൊവിഡൻസിൽ വിശ്വസിക്കുക, അവന്റെ വചനത്തിൽ വിശ്വസിക്കുക. This is a word of God. ഈ സത്യവചനത്തിൽ, ഈ നിർമ്മലമായ വചനത്തിൽ, മാറ്റമില്ലാത്ത വചനത്തിൽ നീ ഹൃദയമുറപ്പിക്ക്. അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ. സ്തുതിക്കുന്നു കർത്താവേ. ഫിലിപ്പി 4-ാമധ്യായ 6-ാമത്തെ വചനം. ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. കർത്താവിന്റെ വിശ്വസ്തതയിൽ നമ്മൾ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14:1 ഈശോ പറഞ്ഞില്ലേ, ഹൃദയം അസ്വസ്ഥമാകേണ്ട. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, കുടുംബത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, കലഹങ്ങൾ, തകർച്ചകൾ, പലവിധ രോഗപീഠങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ എന്നിവയെക്കുറിച്ച് നീ അസ്വസ്ഥനാകേണ്ട. സഹോദരി, നീ അസ്വസ്ഥയാകേണ്ട. യു ബിലീവ്. നീ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. അവന്റെ പരിശുദ്ധ വചനത്തിൽ, ഈ വചനത്തിൽ വിശ്വസിക്കുക. ഈ പരിശുദ്ധമായ വചനത്തിൽ വിശ്വസിക്കുക. അവിടെ നിനക്ക് വേണ്ട ചില വഴികൾ തുറക്കപ്പെടും. അസാധാരണമായ ചില വാതിലുകൾ പരിശുദ്ധാത്മ നിനക്കായി തുറക്കും. നീ വിശ്വസിക്കണം. ജീവിതത്തിന്റെ വ്യഗ്രത എന്ന ആ കെണിയിൽപ്പെട്ട് നീ നശിച്ചു പോകരുത്.
നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്, കൃപ നഷ്ടപ്പെടുത്തരുത്, നിന്റെ പ്രസാദവരം നഷ്ടപ്പെടുത്തരുത്, അഭിഷേകം നഷ്ടപ്പെടുത്തരുത്, നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, നിന്റെ ആനന്ദം നഷ്ടപ്പെടുത്തരുത്. നീ കർത്താവിൻ്റെ പൈതലാണ്. യു ആർ ചൈൽഡ് ഓഫ് ഗോഡ്. യെസ്, നീ ദൈവത്തിൻ്റെ പൈതലാണ്. ഒരു വചനം കൂടി ആത്മാവ് തരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. 30-23 എന്താ പറയുന്നത്? ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുക, ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞു, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. നൂടിയും പറഞ്ഞേ, തുറന്ന് പറഞ്ഞേ, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം അനേകം കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം അനേകം കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അനേകം ജീവിതങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അനേകം ജീവിതങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം പല തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും നശിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം പല തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും നശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരുവനും ഒരുവളുമായി നമ്മൾ മാറരുത്. അതൊരു ട്രാപ്പാണ്, കെണിയാണെന്ന് പരിശുദ്ധാത്മാ പറയാം. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അനേകരുടെ കൃപയെ നശിപ്പിച്ചു, അഭിഷേകത്തെ നശിപ്പിച്ചു, വിശ്വാസത്തെ നശിപ്പിച്ചു, സ്നേഹത്തെ നശിപ്പിച്ചു. പരിശുദ്ധാത്മാ പറയാ, അത് നിഷ്പ്രയോജനമാണ്, ഒരു ഉപകാരമില്ല. അതൊരു ഡിസീവിങ് സ്പിരിറ്റാണ് അതിൻ്റെ പുറകെ. അതൊരു ചതിയുടെ ആത്മാവാണ്. നിന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് പിശാച് ഈ ദുഃഖത്തിൽ. കാരണം ഈ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ ജീവിതം എന്താകും, എനിക്ക് ഇനി ആരും ഇല്ലാതെ ആകുമോ, എൻ്റെ മക്കൾ എന്താകും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാകുമോ, ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെയുള്ള അനാവശ്യമായ കർത്താവിൻ്റെ കരുതലിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിശ്വസ്തതയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൻ്റെ പരിപാലനയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം മനസ്സിലാക്കി കർത്താവ് നമ്മോട് പറഞ്ഞ വാക്ക് മറക്കരുത്. മാർക്കോസിന്റെ സുവിശേഷം 13:23, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ജാഗരൂകരാകുക, നിങ്ങൾ ജാഗരൂകരാകുക, ജാഗ്രതയോടെ വർത്തിക്കുക. നമ്മുടെ കർത്താവിൻ്റെ ഈ ശ്രേഷ്ഠമായ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കൃപയോടെ ജീവിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത 3 ദിനങ്ങളിൽ നിങ്ങൾ അനേകരുടെ ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവയ്ക്കാം. നിങ്ങൾ പറയില്ലേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് പറയും, എൻ്റെ സ്വന്തം കുടുംബത്തോടാണ് പറയുന്നത്, നിങ്ങൾ പങ്കുവെക്കില്ലേ? ഇവിടെ നയിക്കുന്ന ഈ ലിങ്കുകൾ, പോസ്റ്ററുകൾ അനേകർക്ക് അയച്ചു കൊടുക്കണം. ഈ ശുശ്രൂഷയിൽ അനേകരെ കൂട്ടിക്കൊണ്ടുവരണം. ഒപ്പം നിങ്ങൾ ടീം ഷെഖേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ വ്യക്തിപരമായി എന്നെ ഓർക്കണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ദൈവവചനം പ്രഘോഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ ചോദിക്കുകയാണ്. ഒപ്പം ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചതുപോലെ, ഈ വരുന്ന ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 4 മണി മുതൽ 8-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ ടീം ഷെഖേനയുടെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പ്രേസ്റ്റോം എന്നൊരു ധ്യാന ശുശ്രൂഷ നടക്കുക. നിങ്ങൾ ആ പോസ്റ്റർ കണ്ടില്ലേ? എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും വരണം. നിങ്ങൾ വരില്ലേ? നമുക്ക് ഒന്നിച്ചവിടെ കാണണം. പലരും പറയാറുണ്ട്, ബ്രദറെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പരസ്പരം കാണുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനം നിങ്ങളെ അറിയിക്കുവാനും ഒരു മനസ്സോടെ നമുക്ക് ഒന്നിച്ച് ആരാധിക്കുവാനും, അങ്ങനെ ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാൻ, കുടുംബമായ അഭിഷേകം പ്രാപിക്കണം. നമ്മുടെ മക്കൾ അഭിഷേകത്തിൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? എങ്കിൽ മക്കളെയും കൊണ്ടുവരണം. നിങ്ങൾ, നമുക്കറിയാം, ആകെ ഒരു ദിവസമാണ് നമുക്ക് ഒരു ബാക്കി ശനി ഞായറാണ്, വലിയ പ്രശ്നങ്ങളില്ല. മക്കളെയും കൊണ്ടുവരിക, നിങ്ങൾ ലീവ് എടുത്ത് വരിക. മറ്റെന്തൊക്കെ തിരക്കുകളും ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിവെച്ച് ഈ ശുശ്രൂഷയിൽ ഒന്നിച്ചു വന്ന് നമുക്ക് ശക്തമായൊരു അഭിഷേകം പരിശുദ്ധാത്മാവിന് പ്രാപിക്കാം. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, തലമുറകൾ, ദേശം, സഭ മുഴുവൻ നിറയപ്പെടുവാൻ നമുക്ക് ഇത് സഹായകമാകും. ഒന്നിച്ചു വന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഈശോയുടെ നാമത്തിൽ നിശ്ചയമായി നിങ്ങൾ വരണം. ഈ ഫോൺ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങൾ തന്നെ വന്നാൽ പോരാ, പലരും കൂട്ടിക്കൊണ്ടുവരണം. പരിചയക്കാരെ, സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാംഗങ്ങൾ, മക്കൾ, അവരെല്ലാം പ്രാർത്ഥിച്ചൊരുക്കി കൊണ്ടുവരിക. ഈ നമ്പറുകളിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേകം താല്പര്യപ്പെടുകയാണ്.
ഒപ്പം ഈ ധ്യാനത്തിൻ്റെ വലിയ വിജയത്തിന് അഭിഷേകത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം ഓർക്കണമേ എന്ന് യാചിക്കുന്നു.